ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ലെഗ് ഡേ ആണ്. അപ്പോ കുറച്ച് സംസാരിക്കാൻ പറ്റിയതിൻ്റെ ഇടയിൽ മെന്റൽ പ്രഷർ ഭയങ്കര. ഇപ്പോ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് പ്രസ് ആവും. ഒരു 3 സെറ്റ്സ് ഞാനൊരു വാമപ്പ് അടിക്കും ടോപ്പ് വെയിറ്റിലേക്ക് എത്താൻ വേണ്ടി. ലെഗ് പ്രസ്സിലെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും അടിക്കാം ലെഗ് പ്രസ്. 150 കിലോ 150 കിലോ 200 കിലോ. പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇറക്കാൻ പറ്റുന്നു, മെഷീനെ നമുക്ക് എത്ര ഡീപ്പായിട്ട് ഇറക്കാൻ പറ്റുന്നു, എന്നിട്ട് അതിനനുസരിച്ച് പുഷ് ചെയ്യും. അപ്പൊ നമ്മൾ റേഞ്ച് ഓഫ് മോഷനിലെ ഫോക്കസ് കൊടുക്കണം. നമ്മൾ ഹൈപ്പർട്രോഫി ഇപ്പോൾ എല്ലാവരും മിക്കച്ച് 200 കിലോ കഴിച്ചിട്ട് പകുതി ഹാഫ് റപ്പ് അടിക്കും, പകുതി മുക്കാലും മുട്ടനാകും. നമ്മൾ അതേ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ലെഗ് പ്രസ് കാണുന്നത്. അപ്പോൾ ലെഗ് പ്രസ് കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര വെയിറ്റ് എനിക്ക് അടിക്കാൻ പറ്റും. ലൈക്ക് പക്ഷേ ഹാഫ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുന്ന വെയിറ്റ് ഏറ്റവും ഡീപ്പായിട്ട് ഇറക്കിയിട്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എന്നിട്ട് പുഷ് ചെയ്യും. റേഞ്ച് ഓഫ് മോഷനാണ് കാര്യം. എൻകറേജിംഗ് എല്ലാവരും 150 കിലോ അടിക്കും. പക്ഷെ മുട്ട് വെച്ച് അടിക്കുന്നത് ഇത് വരെ ഇറക്കും. അതായത് 1/4 ഇറക്കണം ഒരു വെയിറ്റ്. അതിൽ ലെഗ് പ്രസ് അല്ല, നമ്മൾ ഫുൾ ഹൈപ്പർട്രോഫിയാണ്. അപ്പം എത്ര എന്നൊക്കെ ഇറക്കാൻ പറ്റും, എന്നിട്ട് അത് പുഷ് ചെയ്യും. റേഞ്ച് ഓഫ് മോഷൻ കൂടും. റേഞ്ച് ഓഫ് മോഷനും നിങ്ങൾക്ക് അടിക്കാൻ പറ്റാത്ത വെയിറ്റ് എന്നിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. അതാണ് കീ എപ്പം നോക്കിയാൽ ട്രെയിനിങ്ങിൽ. അപ്പം നമ്മുടെ ഇനി ലെഗ് പ്രസ് കഴിഞ്ഞു. നെക്സ്റ്റ് എക്സസൈസിന് ഹാംസ്ട്രിങ്ങിലാണ്. ഹാംസ്ട്രിങ് ഹാംസ്ട്രിങ്ങിൽ നമ്മൾ ലൈക്കുകൾ ഒരു സെറ്റ് അടിച്ചു. 2 സെറ്റ് അടിക്കുന്നു. അപ്പൊ ഞാൻ അതിൽ എന്താ അവസാനം കണ്ടാവും ഇങ്ങനെ ഹാഫ് റപ്പ് അടിക്കണം. ഞാൻ ഫുൾ റപ്പ് എന്റെ പെർഫെക്റ്റ് ആയിട്ട് അടിച്ചിട്ട് പിന്നെ പറ്റാത്ത സ്റ്റേജ് എത്തുമ്പോഴാണ് ഞാൻ ഈ ഹാഫ് റപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എന്റെ സെറ്റ് ഓൾറെഡി ഫെയിൽ ആയി. ഞാൻ എനിക്ക് അടിക്കാൻ പറ്റും. ഫെയിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഈ പാർഷ്യൽ റപ്സിലൂടെ. അത് എല്ലാവരും ചെയ്യണമെന്നെല്ലാം പറയണം. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാലഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 റപ്സ് റിസർവ് അല്ലെങ്കിൽ 1 റപ്പ് റിസർവ് ഒക്കെ നിർത്തിയാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഓൾ ഔട്ട് പോകാനൊക്കെ ഒന്നും താല്പര്യം. എല്ലാ സെറ്റും ഫെയിലിയറിലേക്കാണ്. നെക്സ്റ്റ് ഇനി RDL അടിക്കാൻ പോകുന്നു, സ്റ്റിഫ് ലെഗ്. അപ്പോൾ അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റ്റൻഷൻ ഔട്ടായി. പിന്നെ RDL ചെയ്യാം. അപ്പോൾ സ്റ്റിഫ് ലെഗ് ആദ്യം കണ്ടു സെറ്റ് കഴിഞ്ഞു. ഇനി ഒരു സെറ്റ് അടിക്കുക. ഇതിലെന്താ മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ്സ് എന്ന് പറയുന്നത് മുട്ട് കുറച്ച് ബെൻഡ് ആക്കുക. ബാക്ക് സൈഡ് അത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത്ര എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മുടെ ഹാംസ്ട്രിങ്ങിനെ ഏറ്റവും ലോങ്സ്റ്റ് പൊസിഷൻ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോവർ ബാക്ക് വരാണ്ട് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാം.
അടിക്ക് പോയിട്ട് പിന്നെ എടുക്കണത് ലോവർ ബാക്കിനോടാണ് എനിക്ക് കാര്യം. ഞാൻ ഭയങ്കര സ്ട്രെച്ച് ചെയ്യും. അപ്പൊ പക്ഷെ എനിക്കത് ലോവർ ബാക്കിലേക്ക് അത് സ്ട്രെയിൻ ഇല്ല. അപ്പൊ ഞാൻ ഹാംസ്ട്രിങ് കൊണ്ട് മാത്രം തന്നെയാണ് വലിക്കുന്നത്. അപ്പൊ കാര്യം നന്നായി ഡ്രൈവ് ചെയ്യാം. വെയിറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് ഏത് വെയിറ്റ് ആണ് നമുക്ക് അടിക്കാൻ പറ്റണം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഹാംസ്ട്രിങ്ങിനാണ്, ലോവർ ബാക്കിനില്ല. ലോവർ ബാക്ക് ഒബിയസ്ലി വരും, പക്ഷെ നമ്മളതിന് മിനിമൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയത്നം കൊടുക്കുന്നത് ഹാംസ്ട്രിങ്സിനാണ്. ഹാംസ്ട്രിങ്ങിന് എങ്ങനെ ഒരു സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് എക്സ്റ്റൻഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു സെറ്റ് എന്തായാലും ഞാൻ അടിക്കും. അത് ഈ ക്ലിപ്പിൽ കാണിക്കുന്നത്, കാരണം സെയിം സെറ്റ് തന്നെ അടിക്കാൻ പോകുന്നത്, സെയിം റെപ്രൈസ് ചെയ്യും. അപ്പൊ ഞാൻ 6 to 8 ആണ് ഞാൻ റെപ്രൈസ് ചെയ്യാൻ ചൂസ് ചെയ്യണം. അതായത് 3 സെക്കൻഡ് നെഗറ്റീവ് മെല്ലെ റൈറ്റിൽ പോകുന്നു, എന്നിട്ട് പെട്ടെന്ന് പുഷ് ചെയ്യും. 6 to 8 റെപ്രൈസ് ചെയ്ത് 2 minutes റെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് കളിക്കും. പിന്നെ ഈ എക്സ്റ്റൻഷനിൽ പോകുന്നു. അതായത് അപ്പൊ 10 സെറ്റായി. പിന്നെ ഒരു സെറ്റ് കൂടി അടിച്ചാലെന്ന് വിചാരിക്കാൻ ബൾഗേറിയ. അപ്പൊ ഇങ്ങനെ എല്ലാ ജിമ്മിലും പോലെ 10-15 സെറ്റ് 16 സെറ്റ് ഒരാളോട് സാധിക്കുന്ന ട്രെയിനർ എല്ലാം 4 സെറ്റ് അടിക്കാൻ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എല്ലാ സെറ്റും ഫുൾ ഫെയിലിയറിലേക്കാണ്. അപ്പൊ ഒരു 8 to 12 സെറ്റ്സിലാണ് മസിൽസ് അത്രയ്ക്ക് എക്സോസ്റ്റഡ് ആവേണ്ടത്. പിന്നീട് ഞാൻ പുഷ് ചെയ്യണം മീനിങ്ലെസ് ആണ്. അപ്പൊ എപ്പോ നോക്കിയാലും ഈ സ്വീറ്റ് സ്പോട്ട് കണ്ടത് 8 to 12 അല്ലെങ്കിൽ കൂടുതൽ വോളിയം ബേസ് ആണെങ്കിൽ നമ്മൾ പോണതിലെ സെൻസ് ഉണ്ട്. അല്ലാണ്ട് ഭയങ്കര പുഷ് ചെയ്യുന്നുണ്ട്. വെറുതെ ഇങ്ങനെ 10-20 സെറ്റ് ഒരു ദിവസം അടിച്ചിട്ട് കാര്യമില്ല. സോളിഡ് ആയിട്ട് 8 to 10 സെറ്റ്സ് അല്ലെങ്കിൽ 12 സെറ്റ്സ് കയറ്റാൻ പറ്റുന്നെങ്കിൽ ബെസ്റ്റ് വർക്കൗട്ടാണ്. വിശ്വസിക്കണം. പക്ഷെ ജസ്റ്റ് ചോദിച്ചറിയുക ഇത്ര അടിക്കേണ്ട ആവശ്യമുണ്ടോ. ഭയങ്കര 100% ഓരോ സെക്കൻഡ് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു 10 to 12 സെറ്റ്സ്, മിനിമം 8 സെറ്റ്സ് 12 സെറ്റ്സ് ഒക്കെ മതിയാവും മസിൽ ബിൽഡ് ചെയ്യാൻ. ഞാൻ എനിക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് എൻ്റെ അപ്പം എന്തെങ്കിലും മിനിമം 8 മാക്സിമം 12 അങ്ങനെയാണ്. അപ്പോൾ എപ്പിസോഡ് 3 ലെഗ് ഡേ അവസാനിച്ചു. ഇവിടെ നിന്നൊരു ചാലഞ്ചിങ് ലെഗ് ഡേ ആയിരുന്നു. മാക്സിമം പുഷ് ചെയ്തെല്ലാം എല്ലാ സെറ്റും കയ്യിലേക്ക്. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ലെഗ് ഡേ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഏറ്റവും നിങ്ങൾക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ മെന്റലി ആയാലും ഫിസിക്കലി ആയും പുഷ് ചെയ്യാൻ വേണ്ട ദിവസം അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം വർക്കൗട്ട് ചെയ്യുന്നില്ല കാര്യമില്ല. അപ്പർ ബോഡി എങ്ങനെയാണ് ഉണ്ടോ അതുപോലെ തന്നെ ലോവർ ബോഡി വേണം. ഒബ്വിയസ്ലി ടഫാണ്, ചാലഞ്ചിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ലെഗ് ഡേ അടിക്കണമെങ്കിൽ എത്ര എക്സസൈസ് ആണത്. പക്ഷെ എല്ലാം നമ്മുടെ മൈൻഡിലാണ്. മൈൻഡ് നമ്മളോട് നമ്മൾ ലേസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ലേസി ചെയ്യും. പക്ഷെ ഒന്ന് പുഷ് ചെയ്യാൻ താല്പര്യപ്പെട്ട എന്തും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇന്നലെ എനിക്ക് തീരെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ, പക്ഷെ അന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ഡേ പോയാണ്. ആ ഒരു 10 മിനിറ്റിൻ്റെ തോട്ട് പ്രോസസ്സ് തന്നെ ഫുൾ ഡേ എൻ്റെ റൂയിൻ ചെയ്തത്. പക്ഷെ ഞാൻ വന്നു നല്ല പുഷ് ചെയ്തു. പക്ഷെ എനിക്കപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നം കിട്ടും. ഓക്കെ ഇതായിരുന്നു, ഇത്രേ ഉള്ളൂ. മൈൻഡായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഗെയിംസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നെങ്കിലും ഡോണ്ട് സ്കിപ്പ് ലെഗ് ഡേ. പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോ വരണ വരെ സ്റ്റേ ട്യൂൺഡ്. സീ യു ടിൽ നെക്സ്റ്റ് ടൈം.